നമസ്കാരം. ഗ്രഹദോഷശാന്തി ഗണപതിയെ ആരാധിക്കുന്നതിലൂടെ എങ്ങനെ കൈവരാം എന്നുള്ളതാണ് പറയുന്നത്. കേതുവിൻ്റെ അതിദേവതയായിട്ടാണ് മഹാഗണപതി ഭഗവാനെ നമ്മൾ ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്. സർവ്വവിഘ്നങ്ങളും നീക്കുന്ന ഭഗവാനായിട്ടാണ്. ഏതൊരു മംഗളകാര്യം നമ്മൾ ആരംഭിക്കുമ്പോഴും ആദ്യം മഹാഗണപതിയെയാണ് സാധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മഹാഗണപതി ദോഷം എന്ന് പറഞ്ഞൊരു ദോഷവും കൂടി നമുക്ക് പറയാനുണ്ട്. എല്ലാ വിധത്തിലുള്ള അരിഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് ഈ കേതുർദശാകാലത്ത് ആയിരിക്കും ഉണ്ടാകുന്നത്. കേതു ഉണ്ടെങ്കിൽ ഹേതു വേണ്ട എന്നുള്ള ഒരു പ്രമാണം കൂടി ഇവിടെ നമുക്കത് പറയാനുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള മാനസിക വിഷമതകൾ, ശത്രുദോഷങ്ങൾ, ആപത്തുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ എന്നുവേണ്ട എല്ലാ വിധത്തിലുള്ള വിഷമതകളും നമുക്ക് ഈ കേതുർദശാകാലത്ത് അനുഭവത്തിൽ വരും. അപ്പം കേതു ജാതകത്തിൽ ബുധനോടോ അല്ലെങ്കിൽ ചന്ദ്രനോടോ യോഗം ചേർന്ന് നിന്നാലും നമുക്ക് വളരെയധികം മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുക. അതുകൂടാതെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങൾക്ക് വിഷമതകൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൂടാതെ അശ്വതി, മകം, മൂലം നക്ഷത്രക്കാർ കേതുർ ദശാകാലത്താണ് ജനിക്കുന്നത്. അവരുടെ ദശാനാഥൻ എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ കേതുവാണ്. അവർക്കും ഈ പറയുന്നത് പോലെ ജീവിതത്തിലുടനീളം പലവിധത്തിലുള്ള ദുരിതങ്ങളെ നേരിട്ടുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഗ്രഹദോഷശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കേതുർദശാകാലത്തിൻ്റെ ദോഷങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുന്നതിന് മഹാഗണപതിയെ ആരാധിക്കുക, പൂജിക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് പറയുന്നത്. 7-ാം ഭാവത്തിൽ ഒരു ഭാര്യയുടെ 7-ാം ഭാവത്തിലാണ് കേതുവിൻ്റെ സ്ഥിതിയെങ്കിൽ അത് അവർക്ക് വിഷമസ്ഥിതി ഉണ്ടാവുക, ദാമ്പത്യ ദുരിതം ഉണ്ടാവുക. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ 7-ാം ഭാവത്തിൽ അതിന് കളത്രസ്ഥാനം എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കളത്ര സ്ഥാനത്ത് കേതുവിൻ്റെ ദോഷം വരികയാണെങ്കിൽ നമ്മൾ മഹാഗണപതിയെ പൂജിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുകയും പ്രയാസങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുകയും ചെയ്യും. അപ്പം ഗ്രഹദോഷശാന്തിക്ക് മഹാഗണപതിയെ പൂജിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ജാതകപ്രകാരമുള്ള എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായിട്ടാണ് മഹാഗണപതി ഭജനം പറയുന്നത്. അപ്പോൾ ജന്മനക്ഷത്രം തോറും മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഒരു നാളികേരം തലയ്ക്കും ശരീരത്തും 3 തവണ ഒഴിഞ്ഞ് ഗണപതി ഭഗവാന്റെ നടയ്ക്ക് അടിക്കുക. അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ ഗണപതി ദോഷമായിട്ട് കേതു നിൽക്കുന്നുണ്ടെന്ന വരിയിൽ നമ്മൾ സന്താനദോഷ പരിഹാരമായിട്ട് സന്താനഗോപാല മന്ത്ര അർച്ചന ഗണപതി ഭഗവാന് ചെയ്യുക. അല്ലെങ്കിൽ ഗണപതി ഹോമം ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ സന്താനഗോപാല മന്ത്രത്താൽ ഗണപതി ഹോമത്തിൽ പാൽപ്പായസം നിവേദിക്കുക. പാൽപ്പായസം കൊണ്ട് ഹോമം ചെയ്താലും നല്ലതായിരിക്കും. അതുകൂടാതെ 8ാമഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതി ഉണ്ടെന്ന വരിയിൽ ജന്മനക്ഷത്രം തോറും മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾക്കും വേണ്ട രീതിയിൽ പ്രാർത്ഥനയും പരിഹാരവും ഉണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാകും. നന്ദി, നമസ്കാരം.